ബഹുദൈവ വിശ്വാസത്തിൻ്റെ ഉൾക്കാഴ്ചകൾ ദൂരവ്യാപകമായ മതസഹിഷ്ണുതയ്ക്ക് കാരണമാകുന്നുണ്ട്. ബഹുദൈവ വിശ്വാസികൾ പരമശക്തനും എന്നാൽ അധികാരത്തോട് നിസ്സംഗനുമായ പരമോന്നതനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഒപ്പം പക്ഷപാതികളായ നിരവധി ഭാഗിക ദൈവങ്ങളിലും വിശ്വാസം അർപ്പിക്കുന്നു. അതിനാൽ ഏതെങ്കിലും ഒരു ദൈവത്തെ ആരാധിക്കുന്നവർക്ക് മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നവരെ ഉൾക്കൊള്ളാൻ എളുപ്പം കഴിയുന്നു. അതിൽ വൈരുദ്ധ്യവും അവർ കാണുന്നില്ല. ബഹുദൈവാരാധന സ്വാഭാവികമായും തുറന്ന മനോഭാവമുള്ളതാണ്. അതിനാൽ മതവിരോധികൾക്കും അവിശ്വാസികൾക്കുമെതിരെ ഇക്കൂട്ടർ അപൂർവമായേ സംഘർഷത്തിലെത്തുന്നുള്ളൂ. ബഹുദൈവ വിശ്വാസികൾ സാമ്രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കിയിട്ടുണ്ടെങ്കിലും അവർ ഒരിക്കലും പുതിയ പ്രജകളെ തങ്ങളുടെ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചിരുന്നില്ല. ഈജിപ്തുകാരും റോമാക്കാരും അസ്തേക്കുകളും സൈന്യത്തിൻ്റെ മതപ്രചാരകരെയും അയച്ച് തങ്ങളുടെ ദൈവങ്ങളായ ഒസീറിസ്, ജൂപ്പിറ്റർ, ഹുയിറ്റ്സിലോ തുടങ്ങിയവർക്ക് ആരാധകരെ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചില്ല. സാമ്രാജ്യത്തിൻ്റെ സുസ്ഥിതിക്കും ഐശ്വര്യത്തിനും കാരണക്കാരായ ചക്രവർത്തിയുടെ ദൈവത്തെയും അനുഷ്ഠാനങ്ങളെയും ആദരവോടെ കാണാൻ പ്രജകൾക്ക് ബാധ്യതയുണ്ടായിരുന്നു. സകല പ്രജകളുടെയും ക്ഷേമത്തിന് അവരായിരുന്നല്ലോ ഉത്തരവാദികൾ. എങ്കിലും അതിനായി സ്വന്തം ദൈവങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഉപേക്ഷിക്കേണ്ടതില്ലായിരുന്നു. പ്രാദേശിക ദൈവങ്ങളുടെ അമ്പലങ്ങൾക്ക് സമീപത്തായി തങ്ങളുടെ ദൈവത്തിനും ആരാധനാലയം പണിയണമെന്ന് അസ്തേക്കുകൾ നിർദ്ദേശിച്ചിരുന്നു. പലയിടങ്ങളിലും പ്രാദേശിക ദൈവങ്ങളെയും ഒപ്പം കൂട്ടാനാണ് സാമ്രാജ്യങ്ങൾ യത്നിച്ചത്. റോമാക്കാർ തങ്ങളുടെ ദൈവങ്ങൾക്കൊപ്പം ഏഷ്യൻ ദേവതയായ സിബിലയെയും ഈജിപ്തുകാരുടെ ദേവതയായ